ഞാൻ വൈകിപ്പോയതിൽ ക്ഷമിക്കുക. ഒരു യാത്രയിലായിരുന്നു, ട്രാഫിക് അറിയാലോ. ഇവിടെ ഒരു സി എമ്മിനെ തീരുമാനം 8 നാൾ വൈകുന്നു, പിന്നെയാണ് അങ്ങയുടെ 10 മിനിറ്റ് വൈകൽ. പോട്ടെ, അങ്ങ് കാര്യത്തിലിട്ടോ. അല്ല, ഞാൻ പറയണമല്ലോ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പറയുക എന്നുള്ളതൊരു സ്വാഭാവിക നടപടിക്രമമാണ്, മര്യാദയാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ശിവകുമാറും അതുപോലെ തന്നെ ആനന്ദ് കൊച്ചുകൂടിയും പറഞ്ഞതും കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫോണിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, 4-ാം തീയതി റിസൾട്ട് വരുന്നു. 5-ാം തീയതിയും 6-ാം തീയതിയുമായിട്ടാണ് കേരളത്തിലെ MLA-മാർ, എല്ലാ MLA-മാരും എന്ന് ഞാൻ പറയുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നത്. 7-ാം തീയതിയാണ് പാർലമെൻ്ററി പാർട്ടി കൂടുന്നത്. 8-ാം തീയതി അതിൻ്റെ റിപ്പോർട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിന് കൈമാറുന്നു. സ്വാഭാവികമായും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി തൊട്ട് പിറ്റേ ദിവസമാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നേതാക്കൾ നടത്തുന്നതിനുള്ള സമയം അനുവദിച്ചത്. 3 പേരും കണ്ടു. അത് കഴിഞ്ഞ് ഇന്നലെ ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച തമിഴ്നാട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഒത്ത് സെറിമണിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോയി. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളോട് ഒന്നുകൂടി ആലോചിക്കണം എന്ന് പാർട്ടി ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ നിർദ്ദേശം സ്വീകരിച്ച, നിരീക്ഷകരുടെ റിപ്പോർട്ട് സ്വീകരിച്ച കോൺഗ്രസ് പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയോ നേതാക്കളോട് ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഒരു മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കുന്നത്? ഇത് പഞ്ചായത്ത് വാർഡിൽ ഒരാളെ തീരുമാനിക്കുമല്ലോ, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് തീരുമാനിക്കുമല്ലോ. ഇങ്ങനൊരു ആശയക്കുഴപ്പം, പ്രതിഷേധങ്ങൾ കാണുന്നു, ഫ്ലക്സ് ബോർഡുകൾ കാണുന്നു. ഇതൊന്നും അങ്ങനെ വലിയ കോൺഗ്രസ്സിന് ഈ മുഖ്യമന്ത്രിയെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുള്ളത് CPM-ലാണ്. അത് ശ്രീ അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, നയനാരെ മുഖ്യമന്ത്രിയാക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, പിണറായി വിജയനെ മദ്യക്കുപ്പി എറിയുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോലാഹലങ്ങൾ കണ്ടിട്ടുണ്ട്, വഴിയിൽ പ്രകടനം കണ്ടിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തെരുവിൽ പ്രകടനമൊന്നും നടത്തിയിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കലും. അപ്പോൾ അത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായും ഒന്നുകൂടി പരിശോധന നടത്തണം എന്നൊരു നേതൃത്വം തീരുമാനിച്ചാൽ, അതിനൊരു ദിവസം എടുത്താൽ അല്ലെങ്കിൽ 2 ദിവസം എടുത്താൽ അത് വലിയ മഹാഭാവമൊന്നുമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 23 വരെ ഈ ഗവൺമെൻറ്റിന് സമയമുണ്ട്. പിന്നെ നമുക്ക് ആകുലതകൾ എന്താ ഉണ്ടാകാൻ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാൻ കാര്യം എന്താ? വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നു സൈബർ ഇടങ്ങളിൽ, ചാനലുകളിൽ. ബിഗ് ബ്രേക്കിങ്ങുകളാണ്, മണിക്കൂർ ഇടവിട്ട് പറയുകയാണ് ഇയാൾ മുഖ്യമന്ത്രിയാവും, മറ്റേയാൾ മുഖ്യമന്ത്രിയാവും, അയാളുടെ കൂടി ഇത്ര പേർ, ഇതൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇവരെല്ലാവരുമാണ് പാർലമെൻ്ററി പാർട്ടിയിൽ ഇരുന്നതെന്ന് തോന്നും. മനസ്സിലായില്ലേ? ഇന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടത് VD സതീശൻ ആഞ്ഞടിച്ചു. ആർക്കിട്ട് ആഞ്ഞടിച്ചു? കാർഗെ കിട്ടോ അതോ രാഹുൽ ഗാന്ധി കിട്ടോ? ആർക്കിട്ട് ആഞ്ഞടിച്ചത്? പറയുന്നതിനെ